സ്ക്രോൾ ചെയ്താൽ ഇപ്പൊ ഫുള്ള് ഓണം വൈബ്സ്. PCOS പേഷ്യൻസിന് ഗിൽട്ട് ഇല്ലാണ്ട് ഓണസദ്യ കഴിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈൽ ഓണസദ്യ നോക്കിയാൽ അതിൽ PCOS ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ ഡിഷസ് ഉണ്ട്. തോരൻ, അവിയൽ, കാളൻ, ഓലൻ, പരിപ്പ്, പയറ് തുടങ്ങിയിട്ടുള്ള കുറെ ഡിഷസ് PCOS ഫ്രണ്ട്ലി ആയിട്ട്, അതായത് വെജിറ്റബിൾസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതുണ്ട്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ചോറ്, പായസം, പപ്പടം, പഴം, ശർക്കര വരട്ടി എന്നീ ഫുഡ് കൂടുതലായിട്ട് കഴിച്ചാല് ഹൈ കലോറി ഇൻടേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ PCOS ഉള്ളവര് സദ്യ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. നമ്പർ 1, ആദ്യം വെജിറ്റബിൾസ് എടുക്കുക. അതായത് അവിയല്, തോരന് തുടങ്ങിയിട്ടുള്ള വെജിറ്റബിൾ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് ഒരു മേജർ പോർഷൻ ആക്കിയിട്ട് വെക്കുക. നമ്പർ 2, ചോറിന്റെ പോർഷൻ കൺട്രോൾ ചെയ്യുക. ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കൊന്നും വേണ്ട, പക്ഷെ ഒരു മൗണ്ടെയിൻ പോലെ ഇങ്ങനെ ചോറ് ഇട്ടിട്ട് കഴിക്കുന്നത് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്പർ 3, പ്രോട്ടീനെ മറക്കരുത്. പയറും പരിപ്പും ഒക്കെ എന്തായാലും സദ്യയിൽ ഉൾപ്പെടുത്തണം. നമ്പർ 4, പായസം കഴിക്കാവോ? പായസം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കൊന്നും വേണ്ട, ചെറിയ അളവില്. ഓണം ഒരു ദിവസമൊക്കെ അല്ലേ ഉള്ളൂ, അപ്പൊ ചെറിയ അളവിൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്പർ 5, പതുക്കെ കഴിക്കുക. ഭക്ഷണം നന്നായിട്ട് ചൂ ചെയ്തിട്ട് നമ്മുടെ വയറിന്റെ സിഗ്നൽ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഫെസ്റ്റീവ് മീൽ കൊണ്ട് നിങ്ങളുടെ PCOS കൂടാനോ കുറയാനോ ഒന്നും പോകുന്നില്ല. സോ ഗിൽട്ട് ഇല്ലാണ്ട് ഇത്തവണത്തെ ഓണം എൻജോയ് ചെയ്യുക.